ഹലോ, നമസ്കാരമുണ്ട്. വീഡിയോ കറക്റ്റാണോ? മൊബൈൽ ക്യാമറ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസി ആരാന്നറിയോ? അന്ധവിശ്വാസികൾ. വിശ്വാസി എന്ന് പറയുമ്പോൾ ഒരാളായി അന്ധമായ വിശ്വാസം കൊണ്ട് നടക്കുന്ന, ഒരു അന്തോ ഒരു കുന്തോ ഇല്ലാത്ത വിശ്വാസം കൊണ്ടു നടക്കുന്ന ആരാന്നറിയോ? നമ്മൾ വിചാരിക്കും ഈ ആൾ ദൈവങ്ങളെ വിശ്വസിക്കുന്നവരോ, അല്ലെങ്കിൽ മറ്റേ ഈ ഓരോ വസ്തുക്കളുണ്ടല്ലോ, സൃഷ്ടികളെ വിശ്വസിക്കുന്നവരോ അവരൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അവരൊക്കെ ഏതെങ്കിലും ആൾക്കാർ വഴി അവര് ഇതായി പോകുന്നതാ, വഞ്ചിതരായി പോകുന്നതാ, അവരെ വഞ്ചിക്കുന്നതാ. പക്ഷെ ഇത് 100% ബുദ്ധി ഉണ്ടെന്നും ഞങ്ങളാണ് യുക്തിയുടെ ആൾക്കാരാണെന്നും പറഞ്ഞ് അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ഒരു അന്തമില്ല, ഒരു കുന്തമില്ല, ഇല്ലാത്ത ഒരു വിശ്വാസം. ഉദാഹരണത്തിന് നമ്മളൊരു ലൈബ്രറിയിൽ നോക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഈ സൃഷ്ടികളുടെ ലോകം, ഈ സൃഷ്ടാവിന്റെ സൃഷ്ടാവെന്ന് പറയുമ്പോൾ അതിന് വെളിയിലല്ലേ. നമ്മളിപ്പോ നമ്മളൊരു കാറ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കി ആ വസ്തു അതിനകത്ത് ചിലപ്പോൾ നമ്മുടെ പേര് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ചിലപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ബുക്കുകളൊക്കെ, ഇങ്ങനെ ബുക്കല്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ എഴുതി വെക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ കാലം മാറുന്നതനുസരിച്ച് പുതിയ ടെക്നോളജികൾ അതിൽ എല്ലാം കൊണ്ടുവരാം. പക്ഷേ ഇതിനെക്കുറിച്ച്, ഈ ഉണ്ടാക്കിയ ആളിനെ കുറിച്ചുള്ള അയാളുടെ പേരെല്ലാം അതിനകത്ത് എഴുതി വെക്കാം. പക്ഷെ അയാളെ ഇതിൽ നിന്ന് വെളിയിലല്ലേ, പുറത്തല്ലേ. ആ ഉണ്ടാക്കിയ ആള് അതിനകത്ത് കാണണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്, നടക്കൂലല്ലോ. അതൊരു ലോജിക്ക്. അതേപോലെ ഒരു ലോജിക്ക് ലൈബ്രറിയിൽ നമ്മൾ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ പല പുസ്തകങ്ങളും, പല കവികൾ എഴുതിയ കവിതകളും ഗ്രന്ഥങ്ങളും എല്ലാം ഇങ്ങനെ പല സെക്ഷനായിട്ട് അടുക്കി പറക്കി കറക്റ്റായിട്ട് വെച്ചേക്കുന്നു. അപ്പം ഒരാള് വന്ന് ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ അയാൾ എന്താ ചിന്തിക്കണ്ടേ? ഈ ബുക്കുകളെല്ലാം അതിൻ്റെതായ ഓർഡർ പ്രകാരം അടുക്കി പറക്കി വെച്ചേക്കുന്ന ഓരോ ആൾക്കാരാണ്. ഒരാളാണ് ഇത് അടുക്കി പറക്കി വെച്ചേക്കുന്നത്. അയാളുടെ ചിന്താശേഷി അങ്ങോട്ട് പോകും, ലോജിക്ക് പരമായിട്ട്. പക്ഷെ ഒരു യുക്തിവാദി വന്ന അതിനകത്ത് കയറിയ അവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? അന്നേരം അവൻ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരും താമസിച്ചിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ വന്ന്, ആ കെട്ടിടത്തിന് തൂണുകൾ വന്ന് വെച്ച് ഇവിടെ ഇംഗ്ലീഷ് പുസ്തകം ഒരു സ്ഥലത്ത് വന്നിരുന്ന്, പിന്നെ ഓരോ കവികൾ എഴുതിയ പുസ്തകം അവിടെ കറക്റ്റായിട്ട് വന്നിരുന്നു. അവരുടെ ലോജിക്ക് പ്രകാരം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്. എന്താ ചിന്തിച്ചാ മനസ്സിലാവൂലേ? ചിന്തിച്ചു പോകും. നമ്മൾ സാധാരണപ്പെട്ട ഈ ഒരു മതവിശ്വാസി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാല് അത് ആരെങ്കിലും അടുക്കി പറക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റ കൊടുത്ത്, ഏതെങ്കിലും കമ്പ്യൂട്ടർ വഴി ചൈനയൊക്കെ കണ്ടുപിടിക്കുന്നില്ലേ, ആ കമ്പ്യൂട്ടറിന് ഡേറ്റ കൊടുക്കുന്നതനുസരിച്ച് ഇന്ന പുസ്തകം ഇന്ന സ്ഥലത്ത് അടുക്കി പറക്കി വെക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. യുക്തിവാദികൾ ചിന്തിക്കുന്ന നേരെ കോടി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനായി പൊട്ടിത്തെറിയിലൂടെ വന്ന്. എന്നാലും ഇവരുടെ ലോജിക്ക് ഈ പൊട്ടിത്തെറിയിലൂടെ ഒരു ബിഗ് ബാങ് തിയറി വഴി ഇത് വന്നാലും ഇവരുടെ ലോജിക്ക് അവിടെയും പോയി കിടക്കുക. എന്താണെന്നറിയോ? വെറുതെ വരുന്ന ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഈ ലൈബ്രറിയിലെ ഒരു ഡ്രോ താഴോട്ട് വീഴുന്നു. അവിടെ ഒരു സ്ഫോടനം നടക്കുന്നു, ആ ലൈബ്രറിയിൽ ഒരു സ്ഫോടനം നടക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു എല്ലാ ഡ്രോയും കൂടെ താഴെ വീഴുന്നു. ഈ താഴെ വീഴുന്ന സമയത്ത് ഇതെല്ലാം ഇംഗ്ലീഷ് പുസ്തകം അവിടെ കറക്റ്റായിട്ട് പോയിരിക്കണം കേട്ടാ, മലയാള പുസ്തകം ഇവിടെ ഇരിക്കട്ടെ, ഈ കവിയുടെ അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അത് സ്വന്തമായിട്ട് തീരുമാനിച്ച് പോയി അവിടെ ഇരിക്കുകയാണ്. അല്ലല്ലോ ചങ്ങായിമാരെ, അത് റാൻഡം, അത് എങ്ങനെ വേണമെങ്കിലും വന്ന് വീഴാമല്ലോ. നമ്മുടെ ലോജിക്ക് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ വീഴുവാന്നുണ്ടെങ്കിൽ അത് ചിന്നിച്ചെതറി അതിന് ഇഷ്ടമുള്ളിടത്തോട്ടാ പോകുന്നത്. അതേസമയത്ത് ഒരാൾ ഇത് വീണത് എല്ലാം കൂടെ അടുക്കി പറക്കി കറക്റ്റായിട്ട് വെച്ച് ഓരോ സ്ഥലത്ത് അടുക്കി പറക്കി വെച്ച് അതിനുശേഷം ഒരാൾ വന്നിട്ട് നോക്കുമ്പോ ഇത് മറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ, ഇത് മറിഞ്ഞ് വീണിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഇത് കുറച്ച് പുസ്തകം എല്ലാം ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്, എല്ലാ പുസ്തകവും അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് വീണിട്ടുണ്ട് എന്നൊരിത്.
എന്നൊരു ചിന്തയാണ് നമുക്ക് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഇവന്മാര് ബിഗ് ബാങ് തിയറി വന്നിട്ട് ഇത് ഭൂമി ഇവിടെ നിക്കട്ടെ കേട്ടോ, സൂര്യൻ ഇവിടെ നിക്കട്ടെ, ഈ സൂര്യൻ ഇങ്ങനെ നിന്നാലേ ഈ ഭൂമിക്ക് കറക്റ്റ് ആയിട്ട് ഇതിനുള്ള കാര്യങ്ങളെല്ലാം നിക്കത്തുള്ളൂ. ചന്ദ്രൻ ഇവിടെ നിക്കട്ടെ, ഋതുക്കൾ മാറി വരാനും വേലിയേറ്റവും വേലി ഇറക്കവും ഒക്കെ നിയന്ത്രിക്കാനും ചന്ദ്രൻ ഇവിടെ നിക്കട്ടെ എന്നും പറഞ്ഞ് വെറുതെ ഇഞ്ഞു വന്നിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാട്ടില് പാമ്പിനെയും ഇതിനെയൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസമാണോ അന്ധവിശ്വാസം, അതോ ഈ പൊട്ടന്മാര് വിശ്വസിക്കുന്ന വിശ്വാസമാണ് അന്ധവിശ്വാസം? ഏറ്റവും വലിയ അന്ധവിശ്വാസം ഇവന്മാരില്ലേ, യുക്തിവാദികളെന്ന് പറയുന്നവന്മാരില്ലേ? ചങ്ങായിമാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. അവരെ പിന്നെ പറ്റിച്ച് ആരെങ്കിലും ഒക്കെ ഒന്ന് പറ്റിച്ച് അങ്ങനെ ആയിപ്പോയെന്ന് പറയാം. ഇത് ഞങ്ങൾക്കെല്ലാം യുക്തിയല്ല, ഞങ്ങൾ വലിയ ബുദ്ധിയുടെ ആൾക്കാരാ എന്ന് പറഞ്ഞ വെച്ച് ഇതെല്ലാം ഇനി വെറുതെ ഇങ്ങനെ നില്ലേ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റ് തണുപ്പും ഇതെല്ലാം മാറി മാറി വരട്ടെ. ഒരു 6 മാസം ഒരു നോർമൽ കാലാവസ്ഥ, അത് കഴിഞ്ഞ് നല്ല ചൂടുള്ള കാലാവസ്ഥ, മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ള ക്ലൈമറ്റ്, ഇതെല്ലാം കറക്റ്റായിട്ട് വരട്ടെ. ഭൂമിയിൽ ഇത് മരങ്ങളെല്ലാം കിളിക്കട്ടെ, അതെല്ലാം വരട്ടെ. വെറുതെ ഇനി വന്ന് നിങ്ങളൊക്കെ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഒരു കണത്തിരുന്നിങ്ങനെ എന്ത് ലോജിക്കാ ചങ്ങായിമാർ ഇവന്മാരുടെ, എന്ത് മൂടോ, ഇവന്മാരാണ് ഏറ്റവും വലിയ ഫാലസി, ഏറ്റവും വലിയ വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്ന ഇവന്മാർ. അതേസമയത്ത് ഒരു സൃഷ്ടി ഒരാൾ ആ ലൈബ്രറിയിൽ അടുക്കി വെച്ച് ഇത് കറക്റ്റ് അതിന്റെ ക്രമപ്രകാരം വെച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം. അതൊരാൾ വെച്ചതാ. പിന്നെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പോയി ഇങ്ങനെ വന്ന് എന്ത് ലോജിക്കും? ഒരു ലോജിക്കും ഇല്ല. ഇത് അതിന്റെ സൃഷ്ടി, ഈ ഭൂമിയും പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവ് അതിൻ്റെതായ രീതിയിൽ ഇത് ഇവിടെ നിലനിർത്തി ആ ചൂടും ഇതും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മനുഷ്യന് വേണ്ടി റബ്ബ് സൃഷ്ടിച്ച അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്നതാ എന്ന് വിശ്വസിച്ചാല് നമ്മുടെ ഈ ലോകത്ത് കാണുന്നതിൽ ലോജിക്ക് വെച്ച് പറയാൻ പറ്റുന്ന ഈ ഒരു വിശ്വാസേ കറക്റ്റ് ആയിട്ടുള്ളൂ. അല്ലാതെ ഇവന്മാരെ വിശ്വാസം ലോജിക്ക് പരമായിട്ട് വട്ടപൂജ വെറുതെ ഇങ്ങനെ വന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാ കാലവും ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകണ്ടല്ല. അത് എങ്ങോട്ടെങ്കിലും ഒന്നി സൂര്യനിൽ നിന്നും ഭൂമി ദൂരോട്ട് ഓടിപ്പോവും, അല്ലെങ്കിൽ സൂര്യന്റെ അടുത്തോട്ട് പോയി ഭൂമി സൂര്യനിൽ വീഴും എന്നുള്ള എല്ലാ ചാൻസും ഉണ്ട്. വെറുതെ ആണെങ്കിൽ വെറുതെ അങ്ങനെ ആവുമോ? ഇന്ന് എല്ലാം കറക്റ്റായിട്ട് എല്ലാ മനുഷ്യര് മാത്രം ബുദ്ധിയുള്ളവരായി. ഇവരുടെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യര് മാത്രം ഇങ്ങനെ ഉയർന്നു വന്നു, മൃഗങ്ങളല്ല അങ്ങനെ അതേപോലെ അവരുടെ ആ പഴയ രീതി തന്നെ അവർ അന്ന് വർഷങ്ങളോളം അവർക്കൊന്നും ഒരു പരിണാമവും ഇല്ല. മനുഷ്യന് മാത്രം, കുരങ്ങ് മാത്രം പരിണമിച്ച് മനുഷ്യനായി. എന്തൊക്കെ ലോജിക്കില്ലാത്ത വിശ്വാസം. അതുകൊണ്ട് ഏറ്റവും വലിയ അന്ധവിശ്വാസി ഇവന്മാരാണ്. അവന്മാരെ കണ്ട അന്നേരം പറയണ നീയാടാ ഏറ്റവും വലിയ ബുദ്ധി ഇല്ലാത്തതും അന്ധമായ വിശ്വാസം. ഈ സയൻസ് ഇവന്മാര് കൊണ്ടുവന്ന് എന്തോ ഒലക്കം കൊണ്ടുവന്നു ഇവന്മാര് സയൻസിന്റെ ആ സമയത്തൊക്കെ ഇവരെ ഓട്ടിച്ചിട്ട് അടിക്കുമായിരുന്നു. സയൻസിന്റെ ആൾക്കാരെയൊക്കെ ഓട്ടിച്ചിട്ട് അടിക്കുകയും ഒരുപാട് സയന്റിസ്റ്റുകളെയൊക്കെ കൊന്നതും അവന്മാര് തന്നെ. എന്നിട്ട് ഇപ്പം ഇതിൽ നിന്ന് കാശുണ്ടാക്കാം സമ്പാദിക്കാന്ന് കണ്ടപ്പോ ഇവന്മാർ അതിനകത്തോട്ട് കയറി എന്നിട്ട് മതവിശ്വാസികളെ എല്ലാം കളിയാക്കലും. അവരെല്ലാം പൊട്ടന്മാരാണ്. ഏറ്റവും വലിയ പൊട്ടൻ നിങ്ങളല്ലേ ചങ്ങായി. ഈ ലൈബ്രറിയുടെ ഉദാഹരണം തന്നെ എടുത്തു നോക്കും. പൊട്ടന്മാർ നിങ്ങൾ തന്നെയല്ലേ ചങ്ങായി.